കയ്യിൽ വെച്ചോ. ഈ തന്ന കാശ് അമ്മയുടെ മോൻ്റെ ചെലവിന് വേണ്ടി എടുക്കണം കേട്ടോ. ഒരുപാട് സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം ഭക്ഷണ സാധനങ്ങളുമായിട്ട് കയറി ചെന്നൊരു വീടാണിത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് അമ്മയും മാനസിക ബുദ്ധിമുട്ടുള്ള ഈ ഒരു ചേട്ടനും ജീവിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി വീട് മുഴുവൻ കത്തി നശിച്ചു. മാറിയെടുക്കാൻ നല്ലൊരു വസ്ത്രമോ ഒരു കട്ടിലോ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ചേട്ടന് നല്ലൊരു വീട് വീടും കേട്ടോ. എനിക്കൊരു നല്ല വീട് കിട്ടുന്നോ? വെച്ചു വെക്കുന്നു. ഞാനാ പറഞ്ഞു. ഏതോ ഒരു പെങ്ങള് എന്റെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു കൊടുത്തു എനിക്കൊരു വീടില്ല. പെങ്ങളാ പറഞ്ഞു. ആ പെങ്ങൾ എന്ത് പറഞ്ഞു? ആ ചേട്ടന്റെ ഗതി കാണണം മോനെ, നമ്മുടെ ഗതി കഷ്ടം. പെങ്ങളുടെ പേരെന്തുവാ? പെങ്ങളുടെ പേര് സന്ധ്യ എന്ന് പറയും. സന്ധ്യ അല്ലേ? ആ ചേട്ടന് വീടില്ല, ഒന്നുമില്ല, കഷ്ടമായി പോയി. ഒന്നുമില്ല, നമ്മളെ ഇതുപോലെ വെള്ളമാ, വെള്ളത്തിൽ കിടക്കുവാ, കഷ്ടമുണ്ട്. എനിക്കത് കേട്ടപ്പം വിഷമമുണ്ട്. ആ ചേട്ടന് വീടില്ലല്ലോ. അമ്മയും മകനും കൂടെയാണ് ഈ വീട്ടിൽ താമസം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇവർക്കൊരു വള്ളം പോലും ഇല്ല. ഈ ഒരു ചെങ്ങാടത്തിൽ ഇത് കണ്ട, ഈ ഒരു ചെങ്ങാടത്തിൽ വേണം ദേ ഇങ്ങനെ ഞങ്ങളിപ്പോ പോകുന്നത് പോലെ ദേ ആ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? ഉറപ്പാണല്ലോ? ഉറപ്പ്. ഈ പുഞ്ചക്കണ്ട സത്യം. പുഞ്ചക്കണ്ടാണ് സത്യം. ഈ പുഞ്ചക്കണ്ടാണ് സത്യം പ്രാർത്ഥിക്കുന്നത്. ഇത് കയ്യിൽ വെച്ചോ. ഈ തന്ന കാശ് അമ്മയുടെ മോന്റെ ചെലവിന് വേണ്ടി എടുക്കണം കേട്ടോ.